ശത്രുക്കൾ പോലും അമ്പരന്ന് നിൽക്കുന്ന, മിത്രങ്ങൾ ആവേശത്തോടെ നെഞ്ചേറ്റുന്ന ഒരു അവിശ്വസനീയമായ റെക്കോർഡ്. നിങ്ങൾക്കറിയാമോ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണവിരുദ്ധ വികാരം എന്നത് സ്വാഭാവികമാണ്. എന്നാൽ തുടർച്ചയായി 25 വർഷം ഒരു ജനതയുടെ ഹൃദയമിടിപ്പായി മാറാനായി ഒരാൾക്ക് സാധിക്കുമോ? വെറുമൊരു ഭരണാധികാരി എന്നതിനെല്ലാം അപ്പുറം ഒരു രാഷ്ട്രത്തിന്റെ ഭാഗതയും തന്നെ മാറ്റിമറിച്ചുകൊണ്ട് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. സിക്കിമിലെ പവൻകുമാർ ചാലിംഗ് എന്ന കരുത്തനായ നേതാവ് വർഷങ്ങളായി കാത്തു സൂക്ഷിച്ച ആ അപൂർവ റെക്കോർഡ് ഇന്ന് പഴങ്കഥയായിരിക്കുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായും നരേന്ദ്രമോദി 8931 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തലവനായിരുന്ന വ്യക്തി എന്ന സുവർണ സിംഹാസനം ഇനി നരേന്ദ്രമോദിക്ക് മാത്രം സ്വന്തമാണ്. ഈ വീഡിയോ വെറുമൊരു കണക്കെടുപ്പല്ല. ഒരു സാധാരണ ചായക്കടക്കാരൻ എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അമരക്കാരനായത്? എങ്ങനെയാണ് അദ്ദേഹം തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തി നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തിയത്? ഈ 25 വർഷത്തെ പ്രയാണത്തിൽ അദ്ദേഹം നേരിട്ട അഗ്നി പരീക്ഷകൾ എന്തൊക്കെയായിരുന്നു? ഭാരതം എങ്ങനെയാണ് ഇന്ന് ലോകത്തിന്റെ വിശ്വഗുരുവായി മാറുന്നത്? ഇതെല്ലാം കൃത്യമായ വസ്തുതകളോടെ, ആവേശം ചോരാതെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. വീഡിയോയുടെ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് പുതിയ അറിവുകളും ആവേശവും നൽകും എന്നുറപ്പാണ്. അവസാനം വരെ കൂടെ ഉണ്ടാകുക. കാരണം ഇത് നരേന്ദ്രമോദിയുടെ മാത്രം കഥയല്ല, ഇത് മാറുന്ന ഭാരതത്തിന്റെ കൂടി കഥയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല പ്രമുഖരും മുഖ്യമന്ത്രിമാരായിട്ടും പ്രധാനമന്ത്രിമാരായിട്ടും തിളങ്ങിയിട്ടുണ്ട്. ജ്യോതി ബസുവിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പവൻകുമാർ ചാലിങ്ങിനെ പോലെയുള്ള പ്രാദേശിക നേതാക്കളും ദീർഘകാലം ഭരണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായും പിന്നീട് രാജ്യത്തിന്റെ മുഴുവൻ പ്രധാനമന്ത്രിയായും ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിക്കുക എന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. പവൻകുമാർ ചാംലിംഗ് സിക്കിം മുഖ്യമന്ത്രിയായി 8930 ദിവസങ്ങളാണ് അധികാരത്തിലിരുന്നത്. ഈ റെക്കോർഡ് തകർക്കപ്പെടില്ല എന്ന് പലരും വിശ്വസിച്ചിരുന്നു. എന്നാൽ 2026 ഈ സുപ്രധാന ദിനത്തിൽ മോദി ആ നാഴികക്കല്ല് പിന്നിട്ടു. 8931 ദിവസങ്ങൾ ഭരണത്തലവനായിരുന്ന മോദി തന്റെ കരിയറിൽ ഒരൊറ്റ ദിവസം പോലും അവധിയെടുക്കാതെ രാഷ്ട്ര സേവനത്തിന് വേണ്ടി നീക്കിവെച്ചു എന്നത് ലോകത്തിലെ തന്നെ അപൂർവമായിട്ടുള്ള ഒന്നാണ്. ഭരണത്തലവൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ സമാനതകളില്ലാത്ത 25ാം വാർഷികത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 25 വർഷങ്ങൾ വെറും ഒരു ഭരണമായിരുന്നില്ല, മറിച്ച് ഭാരതത്തെ ഒരു നവയുഗത്തിലേക്ക് നയിക്കാനുള്ള കഠിന പ്രയത്നമായിരുന്നു. ഗുജറാത്തിൽ തുടങ്ങിയ ആ വികസന വിപ്ലവം ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. നമുക്ക് 2001 ഒന്ന് മടങ്ങിപ്പോകാം. ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രതിസന്ധി നിലനിന്നിരുന്ന കാലം. കേശുഭായ് പട്ടേലിന് പകരമായി BJP ഹൈക്കമാൻഡ് നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയക്കുന്നു. 2001 ഒക്ടോബർ 7 അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് പലരും കരുതിയത് ഭരണപരിചയമില്ലാത്ത ഈ RSS പ്രചാരകൻ പരാജയപ്പെടുമെന്നാണ്. എന്നാൽ ആ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം ഗുജറാത്തിനെ വികസനത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തി. തകർന്ന് തരിപ്പണമായ കച്ച് മേഖലയെ വെറും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ലോകോത്തര നിലവാരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമായും വ്യവസായ മേഖലയായും അദ്ദേഹം മാറ്റിയെടുത്തു. അദ്ദേഹത്തിന്റെ അസാമാന്യമായ ഭരണപാടവത്തിന്റെ ആദ്യ ഉദാഹരണമായിരുന്നു ഇത്. ലോകമെമ്പാടുമുള്ള വ്യവസായികളെ ഗുജറാത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ടാറ്റയും അംബാനിയും അദാനിയും അടക്കമുള്ള വൻകിട വ്യവസായികൾ ഗുജറാത്തിൽ പണം നിക്ഷേപിച്ചു. തൊഴിലില്ലായ്മ കുറഞ്ഞു, GDP കുതിച്ചുയർന്നു. ഗുജറാത്തിലെ വറ്റിവരണ്ട ഭൂമികളിലേക്ക് നർമ്മദയിലെ വെള്ളം എത്തിച്ചുകൊണ്ട് അദ്ദേഹം കൃഷി മേഖലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ജ്യോതിഗ്രാം യോജനയിലൂടെ ഗുജറാത്തിലെ ഓരോ ഗ്രാമത്തിലും 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പാക്കി. തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഗുജറാത്തിൽ വിജയിച്ചു. ഗുജറാത്ത് മോഡൽ വികസനം ഇന്ത്യയിലുടനീളം ചർച്ചയായി. ഈ വിജയ ആവേശമാണ് 2014 അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റിയത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. അഴിമതിയും ഭരണസ്തംഭനവും കൊണ്ട് വീർപ്പുമുട്ടിയ ഇന്ത്യ ഒരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു. ആ സമയത്താണ് അച്ഛേ ദിൻ, നല്ല ദിവസങ്ങൾ എന്ന വാഗ്ദാനവുമായി മോദി രംഗത്തെത്തുന്നത്. മെയ് 21 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി പദമൊഴിഞ്ഞു. മെയ് 26 ഭാരതത്തിന്റെ 14ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്സഭയിൽ 30 വർഷത്തിന് ശേഷം ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ജനപ്രീതിയുടെ തെളിവായിരുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന സവിശേഷതയും അദ്ദേഹത്തിനുണ്ട്. ചായ വിറ്റു നടന്നൊരു ബാലൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയപ്പോൾ അത് ജനാധിപത്യത്തിന് തന്നെ വിജയമായി മാറി. പ്രധാനമന്ത്രി പദത്തിലെത്തിയ മോദിക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു.
അദ്ദേഹം നടപ്പിലാക്കിയ ഓരോ പദ്ധതിയും സാധാരണക്കാരന്റെ ജീവിതത്തെ സ്പർശിക്കുന്നതായിരുന്നു. ഒന്നാമത് ഡിജിറ്റൽ വിപ്ലവം UPI. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒന്നാണ്. ഒരു സാധാരണ വഴിയോര കച്ചവടക്കാരൻ പോലും ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുന്നത് മോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ. ദശകങ്ങളായി ഇന്ത്യ നേരിട്ട വലിയൊരു മുറിവായിരുന്നു കശ്മീർ. 2019 ഓഗസ്റ്റ് 5-ന് മോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് കശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി. ഇന്ന് കശ്മീർ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പാതയിലാണ്. സ്വച്ഛ് ഭാരത് മിഷൻ, ശുചിത്വം ഒരു സംസ്കാരമാക്കി മാറ്റാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലക്ഷക്കണക്കിന് വീടുകളിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചു. ഇത് സ്ത്രീകളുടെ അന്തസ്സും ആരോഗ്യവും വർദ്ധിച്ചു. 4 ആയുഷ്മാൻ ഭാരത്, ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കോടിക്കണക്കിന് പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കി. 2019 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചെത്തിയ മോദി 2024 തന്റെ വിജയയാത്ര തുടർന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയാകുന്ന വ്യക്തിയായി മോദി മാറി. ഇത് അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. തുടർച്ചയായ 2 പൂർണ്ണ കാലാവധി പൂർത്തിയാക്കി 3-ാം തവണയും അധികാരത്തിലെത്തുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര നേതാവ് എന്ന പദവിയും അദ്ദേഹം സ്വന്തമാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു കോൺഗ്രസ് ഇതര നേതാവില്ല. മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ വിദേശ നയം പുതിയൊരു ദിശാബോധം കൈവരിച്ചു. G20 അധ്യക്ഷ പദവി. ഇന്ത്യ നടത്തിയ G20 ഉച്ചകോടി ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചു. ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദമായി ഇന്ത്യ മാറി. ക്വാഡ്, ബ്രിക്സ്, ഈ കൂട്ടായ്മകളിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നു. റഷ്യ-ഉക്രൈൻ യുദ്ധം നോക്കുമ്പോൾ യുദ്ധസമയത്ത് ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാട് ലോകം അംഗീകരിച്ചു. സമാധാനത്തിന്റെ വക്താവായി മോദിയെ ലോകം കാണുന്നു. അതുപോലെ US-ഇന്ത്യ ബന്ധം, അമേരിക്കയുമായുള്ള പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തം ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാതെ ഒരു രാജ്യത്തിന് മുന്നേറാൻ കഴിയില്ലെന്ന് മോദി വിശ്വസിക്കുന്നു. റോഡ് ശൃംഖല, നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഹൈവേകളുടെ നിർമ്മാണം റെക്കോർഡ് വേഗതയിലാണ് നടക്കുന്നത്. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടു. വന്ദേ ഭാരത് ട്രെയിനുകൾ, ഇന്ത്യയുടെ സ്വന്തം സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. വിമാനത്താവളങ്ങളാണ് അടുത്തത്. ഉഡാൻ പദ്ധതിയിലൂടെ സാധാരണക്കാർക്കും വിമാനയാത്ര സാധ്യമാക്കി മാറ്റി. 100-ലധികം പുതിയ വിമാനത്താവളങ്ങളാണ് നിർമ്മിക്കപ്പെട്ടത്. വാട്ടർ മെട്രോയും മെട്രോ റെയിലും, കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ മോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിന്റെ ഉദാഹരണങ്ങളാണ്. വികസനത്തിനൊപ്പം ഇന്ത്യയുടെ പൈതൃകവും സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. BJP സർക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വികസനം മാത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അയോധ്യയിലെ ഭവ്യമായ ശ്രീരാമക്ഷേത്ര നിർമ്മാണം, കാശി വിശ്വനാഥ് കോറിഡോർ, ഉജ്ജയിനിയിലെ മഹാകാൽ ലോക് എന്നിവയെല്ലാം ഭാരതത്തിന്റെ സാംസ്കാരികമായ ഉണർവിനെയാണ് സൂചിപ്പിക്കുന്നത്. യോഗയെ ആഗോളതലത്തിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ അദ്ദേഹം വർദ്ധിപ്പിച്ചു. എതിരാളികൾ പലപ്പോഴും അദ്ദേഹത്തെ ജനാധിപത്യ വിരുദ്ധൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഓരോ തിരഞ്ഞെടുപ്പിലും ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന വോട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയാണ്. അഴിമതിയുടെ കറ പുരളാത്ത ഒരു ഭരണകൂടം കാഴ്ചവെക്കാൻ ഈ 15 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. കുടുംബ രാഷ്ട്രീയം എന്ന വിപത്തിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഈ 8931 ദിവസങ്ങൾ പിന്നിടുമ്പോൾ മോദിക്ക് മുന്നിലുള്ളത് വലിയൊരു ലക്ഷ്യമാണ്. 2047 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം തികയുമ്പോൾ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക. ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റാനുള്ള പ്രയാണത്തിലാണ് അദ്ദേഹം. സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ ഗവേഷണത്തിലും ചാന്ദ്രയാൻ 3ന്റെ വിജയമൊക്കെ ഓർക്കുക. ഇന്ത്യ ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ആത്മനിർഭർ ഭാരത് എന്നതിലൂടെ പ്രതിരോധ മേഖലയിൽ പോലും ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞു. നരേന്ദ്രമോദി എന്ന നേതാവ് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. 8931 ദിവസങ്ങൾ എന്ന ഈ റെക്കോർഡ് അത് വെറും ഒരു അക്കമല്ല, അത് കഠിനാധ്വാനത്തിന്റെ, ദീർഘവീക്ഷണത്തിന്റെ, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ കഥയാണ്. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി തുടങ്ങിയ ആ യാത്ര ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയിലേക്ക് വളർന്നിരിക്കുന്നു. സിക്കിമിലെ പവൻകുമാർ ചാംലിംഗിന്റെ റെക്കോർഡ് അദ്ദേഹം മറികടന്നപ്പോൾ അത് ഭാരതീയ രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിന്റെ പൂർത്തീകരണമാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വശത്ത് വിഭജനത്തിന്റെയും അഴിമതിയുടെയും മാത്രം കഥകൾ, എന്നാൽ മറുവശത്തോ വികസനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു പുതിയ അധ്യായം. നരേന്ദ്രമോദി എന്ന പേര് ഭാരതത്തിന്റെ വരും തലമുറകൾക്കും ഒരാവേശമായിരിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. ഈ ചരിത്ര നേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നരേന്ദ്രമോദി നടപ്പിലാക്കിയ ഏത് പദ്ധതിയാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭാരതത്തിന്റെ ഈ കുതിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.